ഹലോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പാക്കിംഗ് എഫിഷ്യൻസിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഒരു ചെറിയ ന്യൂമറിക്കൽ പാർട്ടും കൂടെ ബാക്കിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ കാൽക്കുലേഷൻ ഇൻവോൾവിങ് ദി യൂണിറ്റ് സെൽ ഡയമെൻഷൻസ്. ഇപ്പോൾ യൂണിറ്റ് സെൽ ഡയമെൻഷൻ എന്ന് പറയുന്ന സാധനം നമ്മൾ ഇതുവരെ എ എന്ന ലെറ്റർ കൊണ്ടാണ് യൂണിറ്റ് സെല്ലിൻ്റെ വക്ക് സൈഡ് ലെങ്ത് കാണിച്ചത്. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പം ഫ്രം ദ യൂണിറ്റ് സെൽ ഡയമെൻഷൻ ഇറ്റ് ഈസ് പോസിബിൾ ടു കാൽക്കുലേറ്റ് ദ വോളിയം. നമുക്കറിയാം എ ക്യൂബ്. നോയിങ് ദ ഡെൻസിറ്റി ഓഫ് ദി മെറ്റൽ വി ക്യാൻ കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് ദി ആറ്റം ഇൻ ദ യൂണിറ്റ് സെൽ. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ ദ ഡിറ്റർമിനേഷൻ ഓഫ് ദ മാസ് ഓഫ് എ സിംഗിൾ ആറ്റം, ഇതൊരു വേറൊരു സംഭവമാണ്. നമ്മൾ അവഗാഡ്രോ നമ്പർ 6.022 ഇൻറ്റു 10⁻21 എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെറുതെ ഉണ്ടാക്കിയതാണോ, അതിലെന്തെങ്കിലും കാര്യമുണ്ടോ എന്നൊക്കെ ചിലപ്പം ചിന്തിക്കുന്ന പോലെ ചോദിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് ആക്യുറേറ്റായിട്ട് കണ്ടുപിടിക്കാനുള്ളൊരു മെത്തേഡാണ് ഈ യൂണിറ്റ് സെൽ ഡയമെൻഷൻ വെച്ചിട്ടുള്ള ചില കാൽക്കുലേഷൻസ്. The determination of the mass of the single atom gives an accurate method of determination of Avogadro's constant. Suppose edge length of the unit cell of a cubic crystal determined by X-ray diffraction is A എന്ന് പറഞ്ഞാൽ ഈ സൈഡ് ലെങ്ത് ഡിറ്റർമൈൻ ചെയ്യുക എക്സ്റേ ഡൈഫ്രാക്ഷൻ എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അതിൽ എ എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഡി ഈസ് ദ ഡെൻസിറ്റി ഓഫ് ദ സോളിഡ്. അത് നമുക്ക് സോളിഡിൻ്റെ വോളിയവും അതിൻ്റെ വെയിറ്റും എടുത്താൽ നമുക്ക് കണ്ടുപിടിക്കാം. ആൻഡ് എം ഈസ് ദ മോളാർ മാസ്. മോളാർ മാസ് നമുക്കറിയാം. ഇൻ കേസ് ഓഫ് ക്യൂബിക് ക്രിസ്റ്റൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ വോളിയം ഓഫ് ദ യൂണിറ്റ് സെൽ ഇസ് എ ക്യൂബ്. മാസ് ഓഫ് ദ യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് സെല്ലിൽ എത്ര പാർട്ടിക്കിൾ ഉണ്ടോ അത് ഇൻറ്റു മാസ് ഓഫ് വൺ പാർട്ടിക്കിൾ. മോസ്റ്റ്ലി പാർട്ടിക്കിൾ ഈസ് എൻ ആറ്റം. Here Z is the number of atoms present in a unit cell and M is the mass of the single atom. Mass of an atom present in the unit cell could be find out by using that molar mass and Avogadro number connecting equation, that M is equal to capital M into M divided by Na. Therefore, the density of the unit cell is given as mass of the unit cell. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദ യൂണിറ്റ് സെൽ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദ യൂണിറ്റ് സെല്ലാണ്. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞതൊക്കെ വെച്ചിട്ട് ഒരു ഇക്വേഷൻ സജസ്റ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു സെഡ് ഇൻറ്റു എം ബൈ എ ക്യൂബ്. എമ്മിന് പകരം എം ബൈ എൻ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ സെഡ് ഇൻറ്റു ക്യാപിറ്റൽ എം ബൈ എ ക്യൂബ് ഇൻറ്റു എൻ എ. ഓക്കെ, ഇതാണ് ഇക്വേഷൻ. നമുക്കൊരു രണ്ട് ന്യൂമറിക്കൽസ് ചെയ്യാം. ഞാൻ പഴയ NCERT ബുക്കിൽ നിന്ന് എടുത്ത് തന്നെയാണ്. An element has a body-centered cubic structure with a cell edge of 288 pm, picometer. The density of the element is 7 gram per centimeter cube. How many atoms are present in 208 gram of the element? അപ്പോൾ ഇതിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഹൗ മെനി ആറ്റംസ് ആർ പ്രസൻറ്റ് ഇൻ 2008 gram ഓഫ് ദി എലമെൻറ്റ്. അപ്പോൾ 2008 ഗ്രാമിൽ ഹൗ മെനി ആറ്റംസ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് 208 ആണ്. 208 ഗ്രാമിൽ എത്ര യൂണിറ്റ് സെല്ലുണ്ടെന്ന് കണ്ടുപിടിക്കേണ്ടി വരും. കാരണം അതാണ് ഇതിൻ്റെ വഴി. എന്നിട്ട് ആ യൂണിറ്റ് സെല്ലിനെ 2 കൊണ്ട് ഗുണിച്ചാൽ, കാരണം ഒരു യൂണിറ്റ് സെല്ലിൽ ഇത് BCC അല്ലേ, BCCയിൽ 2 ആറ്റം ഉണ്ടാവും, 2 പാർട്ടിക്കിൾ ഉണ്ടാവും. 2 ഇൻറ്റു യൂണിറ്റ് സെൽ, നമ്പർ ഓഫ് യൂണിറ്റ് സെൽ, നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ ഈ 2008 ഗ്രാമിൽ എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അതിനെന്താ വഴി? അപ്പോൾ അതിൽ ഇവിടെ സെൽ എഡ്ജ് ഓഫ് 288 പൈക്കോമീറ്റർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇത് സൈഡ് ലെങ്ത് അല്ലേ, ഇത് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ എ ക്യൂബ് കണ്ടുപിടിച്ചാൽ എന്ത് കണ്ടുപിടിക്കാം? ഒരു യൂണിറ്റ് സെല്ലിൻ്റെ വോളിയം കണ്ടുപിടിക്കാം. സോ വോളിയം ഓഫ് 1 യൂണിറ്റ് സെൽ നമ്മൾ കണ്ടുപിടിച്ചു. വോളിയം ഓഫ് യൂണിറ്റ് സെൽ. ഓക്കെ,
ഇനി വോളിയം ഓഫ് 2008 gram ഓഫ് ദി എലമെൻറ്റ്, അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ ഡെൻസിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 2008 ഗ്രാമിനെ ഡെൻസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? വോളിയം കിട്ടും. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം അല്ലേ. അപ്പോൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്, വോളിയം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വോളിയത്തിനെ നമ്മൾ ഒരു ടോട്ടൽ വോളിയം എന്നങ്ങ് എഴുതിയേക്കാം. ടോട്ടൽ വോളിയത്തിനെ ഒരു യൂണിറ്റ് സെല്ലിൻ്റെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ സാധനം നമ്പർ ഓഫ് യൂണിറ്റ് സെല്ല് കിട്ടും. ആ നമ്പർ ഓഫ് യൂണിറ്റ് സെല്ലിനെ 2 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും. അതാണ് ഇവിടെ കണ്ടത്. ഓക്കെ, നിങ്ങളത് ചെയ്ത് നോക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സിൽവർ ഫോംസ് CCP ലാറ്റിസ് ആൻഡ് എക്സ്റേ സ്റ്റഡീസ് ഓഫ് ഇറ്റ്സ് ക്രിസ്റ്റൽ ഷോസ് ദാറ്റ് the edge length of its unit cell is 408 in 8.6 picometer. Calculate the density of the silver. ഇത് വലിയ കുഴപ്പമില്ല. ഇത് നമുക്ക് നേരെ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഉത്തരം കിട്ടും. ചെയ്ത് നോക്കാം. പിന്നെ ഒരു ക്വസ്റ്റ്യൻ, ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യേണ്ടതാണ്. ചെയ്ത് നോക്കാം. ഇത് ക്വസ്റ്റ്യൻ എഴുതുക, എന്നിട്ട് ചെയ്യുക. ഓക്കെ, ഇത്രയാണ് ന്യൂമറിക്കലുള്ളത്. അപ്പോൾ ന്യൂമറിക്കൽ ചോദിക്കാൻ സാധ്യതയുള്ള 2-3 ഇടങ്ങൾ ഞാൻ സ്ട്രെസ് ചെയ്തിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി അവസാനത്തെ ഒരു ടോപ്പിക്ക് ബാക്കിയുള്ളത് ഇംപെർഫെക്ഷൻസ് ഇൻ ക്രിസ്റ്റൽസ് എന്നാണ്, അല്ലെങ്കിൽ ക്രിസ്റ്റൽ ഡിഫെക്ട്സ്. ഇതൊരു എന്താ പറയുക, ഒരു തിയറിയിൽ നിന്ന് പ്രാക്ടീസിലേക്ക് വരുമ്പോഴുള്ളൊരു ഡിഫിക്കൽട്ടിയാണ്. നമ്മൾ ഇപ്പോൾ ക്രിസ്റ്റൽസിൻ്റെ സ്ട്രക്ചർ, അത് ഈ ഓർത്തോറോംബിക്, പിന്നെ അതിൽ BCC CCC ഇത്ര പാർട്ടിക്കിൾ ഇന്നെടുത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് കൃത്യമായിട്ട് ഇതിനൊരു നിയതമായൊരു അറേഞ്ച്മെൻ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മസിലൊക്കെ പിടിച്ചിട്ടാണ് ഇതുവരെ പറഞ്ഞത്. പക്ഷേ റിയാലിറ്റിയിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പല ക്രിസ്റ്റൽ എടുത്ത് നോക്കിയാലും അതിൽ ഇംപെർഫെക്ഷൻസ് ആണ്. ചിലയിടത്തിൽ ആറ്റത്തിൻ്റെ സ്ഥലത്ത് ഒന്നും കാണുന്നില്ല, അല്ലെങ്കിൽ ഒരു ആറ്റം ഇൻ്റർസ്റ്റീഷ്യൽ പൊസിഷനിലൊക്കെ ഇറങ്ങി നിൽക്കുന്നത്, ഇങ്ങനെയൊക്കെ കാണാം. ശരിക്കും ഇങ്ങനെയുള്ള ഒരു ഇംപെർഫെക്ഷനെ പിടിച്ചിട്ട് അത് എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടാണ് ഇന്ന് കാണുന്ന ഇലക്ട്രോണിക്സിൻ്റെ ഇത്രയും വലിയ ഡെവലപ്മെൻറ്റ് മൊത്തം ഉണ്ടായത്. അറിയാറോ, P ടൈപ്പ്, N ടൈപ്പ്, ട്രാൻസിസ്റ്റർ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അതിന് കാരണം ഈ ക്രിസ്റ്റലിലുള്ള ഇംപെർഫെക്ഷൻസ് ആണ്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ എന്തായാലും ഐഡിയൽ ആയിട്ട് നമ്മൾ ആലോചിക്കുന്ന കാര്യങ്ങളല്ല റിയാലിറ്റിയിലുള്ളത്. അപ്പോൾ ഇവിടെ ഇംപെർഫെക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഇംപെർഫെക്ഷൻ എന്ന് ചോദിച്ചാൽ, ദ ഡിഫെക്ട്സ് ആർ ബേസിക്കലി ഇറഗുലാരിറ്റീസ് ഇൻ ദ അറേഞ്ച്മെൻറ്റ് ഓഫ് കൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ്. ദ ഡിഫെക്ട്സ് ആർ ഓഫ് ദ 2 ടൈപ്സ്. നമുക്ക് ക്രിസ്റ്റൽ ഡിഫെക്ട്സ് പറയുമ്പോൾ 2 ഡിഫെക്റ്റാണുള്ളത്. ഒന്ന് പോയിൻ്റ് ഡിഫെക്റ്റ് എന്ന് പറയും, 2 ലൈൻ ഡിഫെക്റ്റ് എന്ന് പറയും. എന്താണ് പോയിൻ്റ് ഡിഫെക്റ്റ് എന്ന് വെച്ചാൽ, പോയിൻ്റ് ഡിഫെക്ട്സ് ആർ ദ ഇറഗുലാരിറ്റീസ് ഓർ ഡീവിയേഷൻ ഫ്രം ഐഡിയൽ അറേഞ്ച്മെൻറ്റ് അറൗണ്ട് എ പോയിൻ്റ് ഓർ എൻ ആറ്റം in a crystal substance, whereas the line defect is the defect that is spread out in the complete entire row of the lattice points. പക്ഷെ ഭാഗ്യത്തിന് നമുക്ക് പോയിൻ്റ് ഡിഫെക്റ്റ് മാത്രമേ പഠിക്കാനുള്ളൂ. ലൈൻ ഡിഫെക്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഗ്രി കൂടിയ സാധനമാണ്. സോ വി വിൽ ഫോക്കസ് ഓൺ പോയിൻ്റ് ഡിഫെക്ട്സ്. ഈ പോയിൻ്റ് ഡിഫെക്ട്സ് മെയിൻലി 2ആയിട്ട് തരംതിരിക്കാം. ഒന്ന് സ്റ്റോക്കിയോമെട്രിക് ഡിഫെക്റ്റ് എന്ന് പറഞ്ഞാൽ അതിലുള്ള മോളിക്കുലാർ ഫോർമുലയിൽ വരുന്ന സാധനങ്ങളുണ്ടല്ലോ, അതിലൊന്നും കുറയാതെ അങ്ങനെ തന്നെ വെക്കുന്നത്. പിന്നെ നോൺ സ്റ്റോക്കിയോമെട്രിക് ഡിഫെക്ട്സ് എന്ന് പറയുന്നത്. അതിൽ സ്റ്റോക്കിയോമെട്രിക് ഡിഫെക്ട്സിൽ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അതിൽ ഈ മോളിക്യൂൾസിൻ്റെ എണ്ണത്തിലൊന്നും മാറ്റം വരുത്താതെ ചെയ്യുന്നതുണ്ട്. അത് നോൺ അയോണിക് സബ്സ്റ്റൻസിന് വലിയ കുഴപ്പമില്ല, 2 ആളങ്ങ് പോവും, 2 ആളിങ്ങ് വരും, അങ്ങനെയൊക്കെയാണ്. എന്ന് പറഞ്ഞാലും ഇപ്പോൾ സ്റ്റോക്കിയോമെട്രി എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ Fe2O3 എന്ന് പറഞ്ഞാൽ ആ ക്രിസ്റ്റൽ Fe2O3 ക്രിസ്റ്റലാണെന്നുണ്ടെങ്കിൽ മൊത്തം എണ്ണി നോക്കിയാൽ 3 അയൺ ആറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് 2 അയൺ ആറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ 3 ഓക്സിജൻ ആറ്റം ഉണ്ടായിരിക്കും. അപ്പോൾ ആ Fe2O3 ഒരു ഓക്സിജൻ കുറവാണെന്നുണ്ടെങ്കിൽ അത് സ്റ്റോക്കിയോമെട്രി മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നാണ്. അപ്പോൾ ഈ സ്റ്റോക്കിയോമെട്രിക് ഡിഫെക്ട്സിൽ 2 തരം ഡിഫെക്ട്സ് ഉണ്ട്. ഒന്നത് അയോണിക് കോമ്പൗണ്ട് അല്ലാത്ത നോൺ അയോണിക് കോമ്പൗണ്ടിനുള്ളതാണ് 2 ഡിഫെക്ട്സ്.
അതിൻ്റെ പേര് വാക്കൻസി ഡിഫക്ട്സ് എന്നും ഇൻ്റർസ്റ്റീഷ്യൽ ഡിഫക്ട്സ് എന്നുമാണ്. അയോണിക് കോമ്പൗണ്ട്സിന് ഒരു പ്രത്യേകത ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അവരെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ അത് വേറെ തരം ഡിഫക്ട്സ് ആണ്. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് സ്റ്റോക്കിയോമെട്രിക് ഡിഫക്ട്സ് ആണ്. സ്റ്റോക്കിയോമെട്രിക് ഡിഫക്ട്സ് ഈ പറയുന്ന വാക്കൻസി ഡിഫക്റ്റും ഇൻ്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റും നോൺ അയോണിക് കോമ്പൗണ്ട്സിലുള്ളതാണ്. ദീസ് ആർ ദ പോയിൻറ്റ് ഡിഫക്ട്സ് ദാറ്റ് ഡു നോട്ട് ഡിസ്റ്റർബ് ദ സ്റ്റോക്കിയോമെട്രി എന്ന് പറഞ്ഞാൽ സ്റ്റോക്കിയോമെട്രി മെയിൻറ്റെയിൻ ചെയ്യും. ദേ ആർ ഓൾസോ കോൾഡ് ഇൻട്രിൻസിക് ഓർ തെർമോഡൈനാമിക് ഡിഫക്ട്സ് എന്ന് പറഞ്ഞാൽ ഇൻട്രിൻസിക് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ജന്മനാളുള്ള പ്രശ്നമോ അല്ലെങ്കിൽ ഈ സോളിഡ് എവിടെയെങ്കിലും വെച്ചപ്പോൾ കുറച്ച് ചൂടായിപ്പോയി, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആളെന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി, അങ്ങനെ എന്തോ ആയിരിക്കാം. Basically, there are two types, vacancy defects and interstitial defects, and are shown by non-ionic solid. ഇപ്പോൾ കാണുന്നത് വേക്കൻസി ഡിഫക്ട്സ് ആണ് ഇതിൽ. അപ്പോൾ വാക്കൻസി ഡിഫക്ട്സ് എന്താണെന്ന് വെച്ചാൽ വെൻ സം ഓഫ് ദ ലാറ്റിസ് സൈറ്റ്സ് ആർ വാക്കൻറ്റ്, ദ ക്രിസ്റ്റൽ ഈസ് സെറ്റ് ടു ഹാവ് വാക്കൻസി ഡിഫക്ട്സ്. ദിസ് റിസൾട്ട്സ് ഇൻ ദി ഡിക്രീസ് ഇൻ ദ ഡെൻസിറ്റി ഓഫ് ദ സബ്സ്റ്റൻസ്. ദിസ് ഡിഫക്ട്സ് ക്യാൻ ഓൾസോ ഡെവലപ്പ് വെൻ എ സബ്സ്റ്റൻസ് ഈസ് ഹീറ്റഡ്. എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് അവിടെയും ഈ വെള്ള കാണിച്ചെടുത്തും ഒരു പാർട്ടിക്കൽ ഉണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെ മാസ് കൂടിയേനെ. പക്ഷേ അവർ രണ്ടെണ്ണം മിസ്സിങ് ആണ്. അപ്പം നോർമലി എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാൾ ഡെൻസിറ്റി കുറച്ച് കുറവായിരിക്കും. ഇനി ഇൻ്റർസ്റ്റീഷ്യൽ ഡിഫക്ട്സ്. ഇൻ്റർസ്റ്റീഷ്യൽ ഡിഫക്ട്സ് എന്ന് പറഞ്ഞാൽ വെൻ സം കൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് ഓർ ആറ്റംസ് ഒക്യുപ്പൈ ഇൻ്റർസ്റ്റീഷ്യൽ സൈറ്റ്, ദ ക്രിസ്റ്റൽ ഈസ് സെറ്റ് ടു ഹാവ് ഇൻ്റർസ്റ്റീഷ്യൽ ഡിഫക്ട്സ്. എന്ന് പറഞ്ഞാൽ ആ ഇരിക്കേണ്ട പൊസിഷനിൽ നിന്ന് ഒരാൾ അങ്ങോട്ടങ്ങ് മാറി നിൽക്കുക, എന്തോ ചൂടാക്കിയപ്പോൾ ഉള്ള എന്തോ ആയിട്ട് മാറിയതായിരിക്കാം. ദിസ് ഡിഫക്ട്സ് ഇൻക്രീസ് ദ ഡെൻസിറ്റി ഓഫ് ദി സബ്സ്റ്റൻസ്. എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്നുള്ളതല്ല, അത് എല്ലാ സ്ഥലത്തും ഒക്യുപ്പൈ ചെയ്യേണ്ടടുത്ത് ഓരോ പാർട്ടിക്കൽ ഉണ്ട്. പക്ഷേ എക്സ്ട്രാ ആയിട്ടാണ് ഈ രണ്ടെണ്ണം വന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യും, ഡെൻസിറ്റി കൂടും. അപ്പോൾ ഈ രണ്ടെണ്ണമാണ് നോൺ അയോണിക് കോമ്പൗണ്ട്സിനുള്ളത്. ഇനി അയോണിക് കോമ്പൗണ്ട്സിന് വരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഡിഫക്ട്സ് ആണ്. അതിൻ്റെ പേര് ഫ്രെങ്കൽ ഡിഫക്റ്റും ഷോട്ട്കി ഡിഫക്റ്റും. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കാം, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഫ്രെങ്കൽ ഡിഫക്റ്റ് ആൻഡ് സ്കോട്ടി ഡിഫക്റ്റ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പം തന്നെ എഴുതിക്കോ ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദീസ് ടു എഫക്ട്സ്. അപ്പോൾ ഫ്രെങ്കൽ ഡിഫക്റ്റ്, ഈ ഫ്രെങ്കൽ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഇതൊരു എന്താ പറയുക ഇൻ്റർസ്റ്റീഷ്യൽ ഡിഫക്ട്സ് ആണ്, പക്ഷെങ്കിൽ വാക്കൻസി ഡിഫക്റ്റും കൂടി ഇതിലുണ്ട്. അപ്പം ഈ ഫ്രെങ്കൽ ഡിഫക്റ്റ് കാണിക്കുന്ന സ്പീഷീസ് അയോണിക് സ്പീഷീസ് ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ദേ ഷുഡ് മെയിൻറ്റെയിൻ ദി ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി. അപ്പോൾ എന്താണ് ഫ്രെങ്കൽ ഡിഫക്റ്റ് എന്ന് ചോദിച്ചാൽ ഇതാ ഈ ചിത്രം അങ്ങ് വരയ്ക്കുക, അതിൽ പോസിറ്റീവും നെഗറ്റീവും ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഒരാൾ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറി നിന്നിട്ടുണ്ട്. ദിസ് ഡിഫക്റ്റ് ഈസ് ഷോൺ ബൈ അയോണിക് സോളിഡ്. ദ സ്മോളസ്റ്റ് അയോൺ, അത് ഈ മാറി നിൽക്കുന്ന ആൾ എപ്പോഴും കാറ്റയോൺ ആയിരിക്കണം, അത് ഓർമ്മിക്കുക. യൂഷ്വലി കാറ്റയോൺ ഈസ് ഡിസ്ലൊക്കേറ്റഡ് ഫ്രം ഇറ്റ്സ് നോർമൽ സൈറ്റ് ടു എൻ ഇൻ്റർസ്റ്റീഷ്യൽ സൈറ്റ്. നമ്മൾ മുന്നേ പറഞ്ഞ വാക്കൻസി ഡിഫക്റ്റും ഇൻ്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റും രണ്ടും ഇതിലുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആ മാറിപ്പോയ സ്ഥലത്ത് നോക്കുമ്പോൾ വാക്കൻസി ഡിഫക്റ്റാണ്, എവിടേക്കാണോ മാറിയത് അവിടെ നോക്കുമ്പോൾ ഇൻ്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റാണ്. അപ്പോൾ ദിസ് ഈസ് ഓൾസോ കോൾഡ് ഡിസ്ലൊക്കേഷൻ ഡിഫക്റ്റ്. ഇറ്റ് ഡസ് നോട്ട് ചേഞ്ച് ദി ഡെൻസിറ്റി ഓഫ് ദ സോളിഡ്. പിന്നെ ഈ ഫ്രെങ്കൽ ഡിഫക്റ്റ് പറയുമ്പോൾ അതിൻ്റെ എക്സാമ്പിൾ ഫ്രെങ്കലും സ്കോട്ട്കിയും എക്സാമ്പിൾ മസ്റ്റാണ്. ഫ്രെങ്കൽ ഡിഫക്റ്റ് ഈസ് ഷോൺ ബൈ അയോണിക് സബ്സ്റ്റൻസ് ഇൻ വിച്ച് ദർ ഈസ് എ ലാർജ് ഡിഫറൻസ് ഇൻ ദി സൈസ് ഓഫ് ദി അയോൺ. എന്ന് പറഞ്ഞാൽ കാറ്റയോണിൻ്റെ സൈസും ആനിയോണിൻ്റെ സൈസും നല്ല ഡിഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ എന്തുണ്ടാവൂ, ഷോട്ട്കി ഡിഫക്റ്റ് കാണിക്കൂ. അതിന് ഉദാഹരണമാണ് സിങ്ക് സൾഫൈഡ്, AgCl, AgBr, AgI തുടങ്ങിയവ. ഓക്കെ, ഇനി നമുക്ക് സ്കോട്ട്കി ഡിഫക്റ്റ് നോക്കാം. It is basically a vacancy defect in ionic solid. In order to maintain electrical neutrality, the number of missing cations and anions are equal. ഇതെന്ന് പറഞ്ഞാൽ പക്ക വാക്കൻസി ഡിഫക്റ്റ് ആണ്. ലൈക്ക് സിമ്പിൾ വാക്കൻസി ഡിഫക്റ്റ്, സ്കോട്ട്കി ഡിഫക്റ്റ് ഓൾസോ ഡിക്രീസസ് ദ ഡെൻസിറ്റി ഓഫ് ദ സബ്സ്റ്റൻസ്. ഫ്രെങ്കൽ ഡിഫക്റ്റിൽ ഡെൻസിറ്റി കുറയൂലേ, ഇവിടെ ഡെൻസിറ്റി കുറയും. സ്കോട്ട്കി ഡിഫക്റ്റ് ഈസ് ഷോൺ ബൈ ionic substances in which the cation and anions are almost similar in size.
ഫ്രെങ്കൽ ഡിഫക്റ്റിൽ നല്ല സൈസ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ കാണിക്കൂ, അത്തരം സ്പീഷീസ് മാത്രമേ കാണിക്കൂ. പക്ഷേ ഫ്രെങ്കൽ ഡിഫക്റ്റ് ഏത് തരാമെന്ന് വെച്ചാൽ കാറ്റയോണിൻ്റെ ആനയോണിൻ്റെ സൈസ് കമ്പാരബിൾ ആണ്. ഫോർ എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡ്, പൊട്ടാഷ്യം ക്ലോറൈഡ്, സീസിയം ക്ലോറൈഡ്, AgBr. പിന്നെ ഈ AgBrന് ഒരു പ്രത്യേകത ഉണ്ട്, ഇത് 2 ഡിഫക്ട്സും കാണിക്കും. ഇനി അതിൻ്റെ ചിത്രം ഇതാണ്. ചിത്രത്തിൽ ഇതാ ഈ ഇടതേ ഭാഗത്ത് ടോപ്പ് ലെഫ്റ്റ് ടോപ്പിൽ ചുവന്ന ഒരു സാധനം മിസ്സായിട്ടുണ്ട്, അത് നെഗറ്റീവാണ്. റൈറ്റ് ബോട്ടത്തിൽ ഒരു പച്ച സാധനം മിസ്സായിട്ടുണ്ട്, അത് പോസിറ്റീവാണ്. ഓക്കെ, ഈ ചിത്രം വരക്കണേ. ഇനി ഇതിൻ്റെ അപ്പോൾ സ്കോട്ട്കി ഡിഫക്റ്റിന് ഇത്രയേ പറയാനുള്ളൂ, എക്സാമ്പിൾ പറയണം. ഇനിയുള്ളത് ഇമ്പ്യൂരിറ്റി ഡിഫക്ട്സ് ആണ്. ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ് എന്ന് പറയുന്നതും ഒരു എന്താ പറയുക, സ്റ്റോക്കിയോമെട്രിക് ഡിഫക്റ്റായിട്ട് കണക്ക് കൂട്ടിക്കൂടാ. കാരണം ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ഉണ്ടാവും. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മോൾട്ടൺ NaCl എന്ന് പറഞ്ഞാൽ സോഡിയം ക്ലോറൈഡ് ഉരുകിയതിൽ ലിറ്റിൽ സ്ട്രോൺഷ്യം ക്ലോറൈഡ് ഉണ്ട്. അത് ക്രിസ്റ്റലൈസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ സോഡിയം ക്ലോറൈഡിൻ്റെ പൊസിഷനിൽ ഒരു സ്ട്രോൺഷ്യം വന്ന് ഒക്യുപ്പൈ ചെയ്യും. അപ്പോൾ സ്ട്രോൺഷ്യം വന്ന് ഒക്യുപ്പൈ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ സോഡിയം എന്ന് പറഞ്ഞാൽ മോണോ പോസിറ്റീവാണ്, സ്ട്രോൺഷ്യം എന്ന് പറയുന്നത് ഡൈപോസിറ്റീവാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു സ്ട്രോൺഷ്യം ഇത് കണ്ടില്ലേ, ഈ രണ്ടാമത്തെ റോല് സ്ട്രോൺഷ്യം വന്നു. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതിന് ഡൈപോസിറ്റീവാണ്, സോഡിയത്തിന് മോണോ പോസിറ്റീവാണ്. അപ്പോൾ ഈ മൊത്തം ക്രിസ്റ്റൽ നോക്കിയാൽ ഈ ഒരു പോസിറ്റീവ് ചാർജ് കൂടിയിട്ടുണ്ടാവും. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജ് കൂടിയത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഒരു സോഡിയം വാക്കൻ്റ് ആയിരിക്കും. ഇതാണ് ഇതിലെ സംഭവം. So the strontium replaces 2 Na plus ion. It occupies the site of one ion and the other site remains vacant. The cationic vacancies thus produced are equal to the number of strontium. Another example is the solid solution of CdCl2 and AgCl. അപ്പോൾ ഇത് ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇറ്റ് വിൽ മെയിൻറ്റെയിൻ ദ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി. ഓക്കെ, നോൺ സ്റ്റോക്കിയോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ എണ്ണത്തിൽ ഇത്ര കാറ്റയോൺ ഉള്ളതുപോലെ തന്നെ ഇത്ര ആനിയോൺ ഉണ്ടാവണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. അങ്ങനത്തെ ഇതിനാണ് നോൺ സ്റ്റോക്കിയോമെട്രി എന്ന് പറയുക. ഇതിൽ 2 ഡിഫക്ട്സാണുള്ളത്. ഒന്ന് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ആൻഡ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, എക്സ്പ്ലെയിൻ ഗിവ് എ നോട്ട് ഓൺ നോൺ സ്റ്റോക്കിയോമെട്രിക് ഡിഫക്റ്റ്. അപ്പോൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ അതിൻ്റെ ചിത്രം, അതിൻ്റെ ഉദാഹരണം, അതിൻ്റെ ഡെഫിനിഷൻ ഒക്കെ കൊടുക്കണം. അപ്പോൾ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ദ ആനിയോണിക് വാക്കൻസീസ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ആൽക്കലി ഹാലൈഡ്സ് ലൈക്ക് NaCl ആൻഡ് KCl ഷോസ് ദിസ് ടൈപ്പ് ഓഫ് ഡിഫക്റ്റ്. ഇത് സോഡിയം വേപ്പറിലേക്ക്, അതായത് ഈ സോഡിയം ക്ലോറൈഡ് സോഡിയം വേപ്പറുമായിട്ട് ടച്ചിൽ വന്നാൽ വെൻ ദ സോഡിയം ക്ലോറൈഡ് ഈസ് എക്സ്പോസ് ടു സോഡിയം വേപ്പർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ സോഡിയം വേപ്പർ മെല്ലെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതിൻ്റെ സർഫസിലേക്ക് കണ്ടൻസ് ചെയ്യും. സോഡിയം വേപ്പർ എന്ന് പറയുമ്പോൾ സോഡിയം ആറ്റാണ്, അതിൽ 11 ഇലക്ട്രോൺ ഉണ്ട്, 11 പ്രോട്ടോൺ ഉണ്ട്. അപ്പോൾ ഈ സർഫസിലേക്ക് കണ്ടൻസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവിടെ എവിടെയോ നിൽക്കുന്ന ഒരു ക്ലോറൈഡ്, പുതിയൊരു സോഡിയം എന്ന് വെച്ചിട്ട് അതിൻ്റെ അടുത്തേക്ക് വരും. അപ്പോൾ ഈ ക്ലോറൈഡ് സോഡിയമായിട്ട് എന്ത് ചെയ്യും, അയോണിക് ബോണ്ട് ഫോം ചെയ്യും. പക്ഷേ സോഡിയം ക്ലോറൈഡുമായിട്ട് അയോണിക് ബോണ്ട് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലോറൈഡ് ഒരു കണ്ടീഷൻ വെക്കും, ആ ഇലക്ട്രോൺ അങ്ങ് ഒഴിവായിക്കളാം, ഇല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ആ ഒഴിവാക്കിയ ഇലക്ട്രോൺ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇങ്ങോട്ട് വന്ന ക്ലോറൈഡ് ഒക്യുപ്പൈ ചെയ്തത് പൊസിഷൻ ഉണ്ടല്ലോ, അവിടെ പോയി നിൽക്കും. അതാണ് ഇതിൻ്റെ കഥ. ദിസ് ഹാപ്പൻസ് ബൈ ദ ലോസ് ഓഫ് ഇലക്ട്രോൺ ബൈ സോഡിയം ആറ്റം ടു ഫോം Na ion. The released electrons diffuse into the crystal and occupy atomic mass. Metal excess defect due to anionic vacancies. ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇതൊക്കെയാണ്. ആസ് എ റിസൾട്ട് ദ ക്രിസ്റ്റൽ now has an excess of sodium. The anionic sites occupied by unpaired electrons are called F centers.
അപ്പോൾ ഈ ഇലക്ട്രോൺ ഇങ്ങനെ ഒറ്റക്കുണ്ട് എന്നുള്ള തെളിവ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ സോഡിയം ക്ലോറൈഡ് എടുത്താൽ അതിന് ചിലപ്പം മഞ്ഞ കളർ കാണാം ചിലതിന്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ എഫ് സെൻറ്റർ ഉള്ളതാണ്. ദേ ഇമ്പാർട്ട് യെല്ലോ കളർ ടു ദ ക്രിസ്റ്റൽ ഓഫ് NaCl. ദ കളർ results by excitation of these electrons when they absorb energy from the visible light falling on the crystals. ഈ ഒരു ഇലക്ട്രോൺ എക്സ്ട്രാ ഉണ്ട്, അതിന് എനർജി കിട്ടുമ്പോൾ എക്സൈറ്റ് ചെയ്യുന്നൊക്കെ നമ്മൾ ആറ്റോമിക് സ്ട്രക്ചറിൽ പഠിച്ചതാണ്. സിമിലർലി ഇതേപോലെ തന്നെയുള്ള 2-3 എക്സാമ്പിളും കൂടിയുണ്ട്. അതിലൊന്ന് എന്താണെന്ന് വെച്ചാൽ ലിഥിയം ക്ലോറൈഡാണ്. ലിഥിയം ക്ലോറൈഡിൽ ലിഥിയം അബ്സോർബ് ചെയ്താൽ അതിന് പിങ്ക് കളർ ഉണ്ടാവും. പൊട്ടാഷ്യം ക്ലോറൈഡിൽ പൊട്ടാഷ്യം അബ്സോർബ് ചെയ്താൽ അതിന് ലൈലാക്ക് എന്ന് പറയുന്ന കളർ ഉണ്ടാവും, വയലറ്റ്. ഇനി വേറൊരു മെറ്റൽ എക്സസ് എഫക്റ്റ് ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഉദാഹരണം സിങ്ക് ഓക്സൈഡാണ്. ഈ സിങ്ക് ഓക്സൈഡ് എന്ന് പറയുന്ന സാധനം വൈറ്റ് കളറാണ്. അപ്പോൾ ഈ സിങ്ക് ഓക്സൈഡ് വൈറ്റ് കളറുള്ള ചൂടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അതിലുള്ള ഓക്സിജൻ പറന്നങ്ങ് പോകും. ഓക്സിജൻ പോകുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആ ഓക്സിജൻ സിങ്ക് ഓക്സൈഡ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ Zn2+ O2- കൂടി ചേർന്നിട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ഓക്സിജൻ അങ്ങ് പോയി കഴിഞ്ഞാൽ മൂപ്പര് 2 ഇലക്ട്രോൺ വെച്ച് പോകും. പക്ഷേ Zn2+ തന്നെയാണ് അവിടെ ഉണ്ടാവുക. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇവിടെ ഒരു 10 സിങ്ക് ഓക്സൈഡാണുള്ളത്, അതിൽ ഒരു ഓക്സിജൻ പോയി. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു Zn2+ എക്സ്ട്രാ കാണും. ഇത് ആരെ കൂടെ കൂടും? ഈ സിങ്ക് ഓക്സൈഡിൻ്റെ കൂടെ കൂടും. നൗ ദർ ഇസ് എൻ എക്സസ് ഓഫ് സിങ്ക് ഇൻ ദ ക്രിസ്റ്റൽ ആൻഡ് ഇറ്റ്സ് ഫോർമുല ബിക്കംസ് Zn1+xO എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണോ പോയത് അതാണ് എക്സ്. ദ എക്സസ് ഓഫ് Zn2+ അയോൺ മൂവ് ടു ദ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റ് ആൻഡ് ഇലക്ട്രോൺസ് ടു ദ നെയ്ബറിങ് ഇൻഡസ്ട്രീഷ്യൽ സൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്രിസ്റ്റൽ വരച്ചു നോക്കിയാൽ ഈ സിങ്ക് ഓക്സൈഡിൻ്റെ ഇടയിൽ Zn2+ഉം വേറെ സ്ഥലത്ത് എന്തും കാണാം, ഇലക്ട്രോൺസും കാണാം. അപ്പോൾ ഇതിനെയാണ് എന്ത് പറയുക, മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എക്സ്ട്രാ കാറ്റയോൺ ഇൻ ദി ഇൻഡർസ്റ്റീഷ്യൽ സൈറ്റ്. ഇനി മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ മെയിൻ ഉദാഹരണം FeO, ഫെറസ് ഓക്സൈഡാണ്. ദർ ആർ മെനി സോളിഡ് വിച്ച് ആർ difficult to prepare in the stoichiometric composition and contain less amount of the metal as compared to the stoichiometric proportions. നേരത്തെ സിങ്ക് ഓക്സൈഡിന് സിങ്കാണ് കൂടിയത്, പക്ഷേ ഈ അയൺ ഓക്സൈഡിന് ഓക്സിജനാണ് കൂടുക. അപ്പോൾ എന്ത് ചെയ്യുക വെച്ചാൽ അതിൻ്റെ മോളിക്കുലാർ ഫോർമുലയിൽ ചെറിയ മാറ്റം ഉണ്ടാവും. എ ടിപ്പിക്കൽ എക്സാമ്പിൾ ഓഫ് ദ ടൈപ്പ് ഈസ് FeO വിച്ച് മോസ്റ്റ്ലി ഫൗണ്ട് വിത്ത് എ കോമ്പോസിഷൻ ഓഫ് Fe0.95O എന്ന് പറഞ്ഞാൽ 100 ഓക്സിജൻ ആയിട്ടുണ്ടെങ്കിൽ ഒരു 95 Fe മാത്രമേ ഉണ്ടാവും. ശരിക്ക് ഇറ്റ് മേ ആക്ച്വലി റേഞ്ച് ഫ്രം Fe0.93 to 0.96. In crystals of FeO, some Fe2+ cations are missing and the loss of the positive charge is made up by presence of required number of Fe3+ ion. അതായത് ചിലപ്പോൾ ഇങ്ങനെ അതായത് ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ, നോൺ സ്റ്റോക്കിയോമെട്രി ആയിക്കോട്ടെ. അപ്പോൾ ഒരു Fe2+ പോയാൽ 2+ ചാർജിൻ്റെ കുറവുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ 2+ ചാർജ് ഇതാക്കാൻ വേണ്ടിയിട്ട് വേറെ 2 Fe2+ എന്തായി മാറും, 2 Fe3+ ആയി മാറും. അപ്പം ഇവിടെ എന്ത് ലാഭം കിട്ടി, 2+ ചാർജ് കൂടി കിട്ടി. 2 Fe2+ന് പകരം Fe3+. അപ്പോൾ എന്തായി, 2+ കൂടി. അപ്പോൾ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരിക്കും. അപ്പോൾ മക്കളെ ഇത്രയാണ് സോളിഡ് സ്റ്റേറ്റ്. ഓക്കെ, അപ്പം ഇതിലൊരു എസ്സേക്കുള്ളൊരു സ്കോപ്പ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ എക്സ്പ്ലെയിൻ ഇംപെർഫെക്ഷൻസ് ഇൻ സോളിഡ് ക്രിസ്റ്റൽസ്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് വാട്ട് ഈസ് ഷോർട്ട്കി ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഷോർട്ട്കി ഡിഫക്റ്റ് ആൻഡ് ഫ്രെങ്കൽ ഡിഫക്ട്സ്.